യുവരാജ് സിംഗിനെ കണ്ടിട്ട് വരാം. 2007 T20 വേൾഡ് കപ്പ് തന്നെ പ്രകോപിപ്പിച്ച ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ ആൻഡ്രൂ ഫ്ലിൻഡോഫിന് യുവരാജ് മറുപടി നൽകിയ ആ ഒരൊറ്റ ഇന്നിംഗ്സ് മാത്രം മതി ഇന്ത്യൻ ക്രിക്കറ്റിന് യുവരാജ് സിംഗ് ആരായിരുന്നു എന്നറിയാൻ. തൊട്ടടുത്ത ഓവർ എറിയാനെത്തിയ സ്റ്റുവർട്ട് ബ്രോഡിന്റെ ഓവറിലെ 6 ബോളുകളും സിക്സറിന് പുറത്തേക്കൊണ്ടായിരുന്നു അന്ന് യുവരാജ് മറുപടി പറഞ്ഞത്. എന്നെ പോലെ ഇന്ത്യയിലെ 100 കോടി ക്രിക്കറ്റ് ആരാധകരെ ത്രസിപ്പിച്ച പ്ലെയർ. അപ്പൊ യുവരാജിന് മീറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അവിടുത്തെ ഫുഡ് കൗണ്ടറിൽ നിരത്തി വെച്ച ഭക്ഷണങ്ങളിലേക്ക് എന്റെ ശ്രദ്ധ പോയ ആ ഒരൊറ്റ മൊമെന്റിൽ എന്റെ പിറകിൽ ഒരു കാർ വന്ന് നിൽക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. പക്ഷെ തൊട്ടടുത്ത് നിന്നിട്ടും കാറിൽ നടക്കുന്നത് ഈ ഒരു മനുഷ്യനായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ദുബായിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ ഐക്കണിക് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രീ ഷൂട്ട്, സ്റ്റാർ സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഷൂട്ടാണ്. യുവരാജ് മാത്രമല്ല, വേറെയും ചില സർപ്രൈസിംഗ് പ്ലേയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ നവജോത് സിംഗ് സിദ്ധു, പാകിസ്ഥാന്റെ ഫോർമർ ക്യാപ്റ്റൻ ഷാഹിദ് അഫ്രീദി, പിന്നതേ ഈ പുള്ളിക്കാരൻ. ഞാനൊക്കെ ക്രിക്കറ്റ് കൊണ്ട് തുടങ്ങുന്ന സമയത്ത് ഇദ്ദേഹമായിരുന്നു പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ. വാട്ട് എ മാൻ! അക്കാലത്ത് പാകിസ്ഥാൻ ടീമിന്റെ നെടുന്തൂണായിട്ട് ക്രീസിൽ നിന്ന മനുഷ്യനാണ് വൺ ആൻഡ് ഓൺലി ഇൻസമാമുൽ ഹക്ക്. ഷൂട്ടൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. കുറേയധികം ക്രിക്കറ്റ് മൊമെന്റ്സ് ഒക്കെ അവർ പരസ്പരം റീകളക്ട് ചെയ്ത് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് നമുക്കും അത് ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ. കാര്യം അവർ പറഞ്ഞ പകുതി ഹിന്ദി കോമഡി മനസ്സിലായില്ലെങ്കിലും ചിരി ഒട്ടും നമ്മൾ കുറയ്ക്കാൻ വേണ്ടി പോയില്ല. എന്തായാലും ഒരു കാലഘട്ടത്തെ മുഴുവൻ ത്രസിപ്പിച്ച പ്ലേയേഴ്സിനെ നേരിട്ട് കാണാനും അവരെ ഗ്രീറ്റ് ചെയ്യാനും പറ്റിയ ഒരു ചാൻസ്, ദാറ്റ് വാസ് റിയലി സ്പെഷ്യൽ.